പാലക്കാടുള്ള ലുലു മാളിലേക്ക് നമുക്കൊന്ന് പോയാലോ? എന്തൊക്കെ കാര്യങ്ങളാണ് ലുലു മാളിലുള്ളത്? നമ്മളിപ്പോ പോകുന്നത് ലുലു മാളിലെ ഹൈപ്പർ മാർക്കറ്റിലേക്കാണ് കേട്ടോ. അപ്പം ഹൈപ്പർ മാർക്കറ്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് കാണാനുള്ളത്, എന്തൊക്കെ ഓഫറുകളാണ് ഉള്ളത്, നമുക്കൊന്ന് നോക്കിയാലോ. ഇതാണ് എൻട്രൻസ്. ഈ വഴിയാണ് നമ്മൾ ലുലുവിലേക്ക് കയറി പോവുക. ഈ വഴി കേറി മേലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരുപാട് കടകൾ കാണാൻ പറ്റും. ഡ്രസ്സിന്റെ കടകൾ കാണാൻ പറ്റും, വാച്ചിന്റെ മാത്രം കടകൾ കാണാൻ പറ്റും. അതുപോലെ തന്നെ പിള്ളേരെ കളിക്കുന്ന സ്ഥലങ്ങളുണ്ട്, നാച്ചുറൽസിന്റെ ബ്യൂട്ടി പാർലർ ഉണ്ട്, മെട്രോയിലെ ചെറിയ ചെറിയ ചെരുപ്പുകളും ബാഗുകളും ഒക്കെ കാണാൻ ചെറുതാണെങ്കിലും വില നമ്മൾ പോക്കറ്റ് കീറും കേട്ടോ. പക്ഷെ ക്വാളിറ്റി അടിപൊളിയാണ്. കുഞ്ഞു പിള്ളേരെയും ഇവർ വെറുതെ വിട്ടില്ല. മിഠായികളുടെ വലിയൊരു കട തന്നെയുണ്ട് ലുലു മാളില്. അതുപോലെ തന്നെ നമുക്ക് പറ്റിയ മേക്കപ്പ് ഐറ്റംസ്, കമ്മല്, ലിപ്സ്റ്റിക്ക്, പൊട്ട്, ബാം, അങ്ങനെ വേണ്ട പലതരം ഐറ്റംസും വീട്ടിലേക്കുള്ള ഇന്റീരിയേഴ്സും, പിള്ളേരെ ബോട്ടില്, സ്നാക്സ് ബോക്സ്, ടിഫിൻ ബോക്സ്, അങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ട്. ഇതാണ് നമ്മുടെ ലുലു ഹൈപ്പർ മാർക്കറ്റിന്റെ എൻട്രൻസ്. ഇവിടെ ഒരുപാട് തരത്തിലുള്ള സോപ്പ് കാണാം. പിയേഴ്സിന്റെ തന്നെ വെറൈറ്റീസ് ഓഫ് കളക്ഷൻസ് ഉണ്ട്. അതുപോലെ ഹെഡ് ആൻഡ് ഷോൾഡർ, പാൻറ്റീൻ, ഡവ്, അങ്ങനെ വേണ്ടുന്ന എല്ലാ ഷാമ്പുകളും സോപ്പുകളും എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. ഇതിൽ നിങ്ങളുടെ ഫേവററ്റ് സോപ്പ് ഏതാണെന്നും നിങ്ങളുടെ ഫേവററ്റ് ഷാമ്പു ഏതാണെന്നും കമന്റ് ചെയ്യണേ. ഞാൻ ഉപയോഗിക്കുന്നത് ലോട്ടസിന്റെയാണ്. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ കിട്ടുമെന്ന് വെറുതെ പറയുന്നതല്ല കേട്ടോ. എല്ലാ സാധനങ്ങളും മുടി കറുപ്പിക്കാൻ, മുടി വെളുപ്പിക്കാൻ, മുടി ചുവപ്പിക്കാൻ എന്ന് വേണ്ട, കണ്ണെഴുതാൻ, ചുണ്ടിൽ തിളങ്ങാൻ, ലിപ് ബാമും ലിപ്സ്റ്റിക്കും ഐലൈനറും റോസ് വാട്ടറും ചീപ്പും കോമ്പും അങ്ങനെ വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ ലുലു മാളിൽ കിട്ടും. നമ്മൾ കാണാത്ത തരത്തിലുള്ള ക്രീമുകൾ വരെ ലുലു മാളിൽ ഉണ്ടാവും. മിറാക്കിൾ ക്രീം കണ്ടുണ്ടോ? പോൺസിന്റെ, തേച്ചു നോക്കണം, അടിപൊളിയാണ്. അതുപോലെ തന്നെ നമുക്ക് വേണ്ടുന്ന സാനിറ്ററി പാഡ്സും പൗഡറും ഷാമ്പുവും, മനുഷ്യന്മാരുടെ കാര്യം മാത്രമല്ല കേട്ടോ, പട്ടിക്കുട്ടികൾക്ക് വേണ്ട ഫുഡുകളടക്കം ലുലു മാളിൽ കിട്ടും. സോപ്പ് ഉണ്ട്, സോപ്പ് വാഷ് ഉണ്ട്, പിന്നെ നമ്മുടെ ബക്കറ്റ്, ചെറിയ ചെറിയ സ്നാക്സ് ബോക്സുകള്, ചെറിയ ചെറിയ വേസ്റ്റ് ഇടുന്ന ബക്കറ്റ്, അതുപോലെ ഹാർപ്പിക് ലിക്വിഡ്, കംഫർട്ട്, ഇതൊക്കെ ഓഫറാണ് കേട്ടോ. ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ആണ്. ഇത് സ്പീഡിൽ വീഡിയോ എടുക്കുന്നത് എന്താ ഇത്ര പറയാനുള്ളത് എന്ന് ഓർത്തിട്ടാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടു പോകാം, അത്രമാത്രം. അതുപോലെ തന്നെ പാത്രങ്ങള്, മൺകലവും മൺചട്ടിയും ഇഡ്ലിത്തട്ടും അങ്ങനെ വേണ്ടുന്ന എല്ലാ തരത്തിലുള്ള പാത്രങ്ങളും ലുലു മാളിലുണ്ട്. ഇപ്പോഴത്തെ വീഡിയോ കേട്ടോ, കുറച്ചു കാലമായിട്ട് എടുത്ത വീഡിയോ ആണ്. സ്കൂൾ തുറക്കുന്ന പിള്ളേർക്ക് വേണ്ടുന്ന എല്ലാവിധ ഐറ്റംസും ഇവിടെ തന്നെ ഉണ്ട്. ബുക്ക് പൊതിയുന്ന പൊതി, അതുപോലെ തന്നെ സ്റ്റിക്കർ, പെന്ന്, പെൻസിൽ, ഷാർപ്നർ, വെറൈറ്റി സ്റ്റിക്കേഴ്സ്, വെറൈറ്റി സ്നാക്സ് ബോക്സ്, വെറൈറ്റി റബ്ബർ, അങ്ങനെ വേണ്ടുന്ന പലതരം കാര്യങ്ങളും. കുറെ പ്രാവശ്യമായില്ലേ പറയുന്നത് അങ്ങനെ വേണ്ടുന്ന പലതരം കാര്യങ്ങളൊന്നും പറയുന്നതല്ല, സത്യമാണ്. ഇത് കണ്ടോ നമ്മുടെ ഫൈറ്റർ ഫിഷ്, അതും പലതരത്തിലുള്ള ഡിസൈനിലുള്ള ഫൈറ്റർ ഫിഷ് ആണ്. ഞാൻ ഇതുപോലത്തെ 2 എണ്ണത്തിനെ വാങ്ങിയിരുന്നു. പക്ഷേ ഏറിയാൽ ഒരു 20 ദിവസം ചത്തുപോയിട്ടോ, നിന്നില്ല അത്. കത്തി കണ്ടോ? കത്തി മലപ്പുറം കത്തി മുതൽ കോഴിക്കോട് കത്തി മുതൽ തിരുവനന്തപുരം കത്തി വരെ ഉണ്ട്. അതുപോലെ നമ്മുടെ ഉണക്കമീന്, ഉണക്ക സ്രാവ്, ഉണക്ക കൊഞ്ച്, ഉണക്ക തെരണ്ടി, അങ്ങനെ ഉണക്കമീന് ഒരുപാടുണ്ട്. ഉണക്കമീൻ മാത്രല്ല, മീനച്ചാറും ഉണ്ട്. ഇതാ നമ്മുടെ കലവറയിലേക്ക് എത്തിക്കഴിഞ്ഞു. ആഹാ, എല്ലാ മീനുണ്ട്. കല്ലുമ്മക്കായുണ്ട്, എളമ്പക്കയുണ്ട്, മത്തിയുണ്ട്, മുരു ഉണ്ട്. മുരു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്ന് എനിക്കറിയില്ല. ഓയിസ്റ്റർ. അതുപോലെ തന്നെ നന്നാക്കാത്ത ചെമ്മീനും കൊഞ്ചും കണവയും. ഇതെന്ത് മീനാ നോക്കിയേ, എന്താ മീന്? നിങ്ങളുടെ നാട്ടിലെ മീനിനൊക്കെ പേരെന്താന്ന് പറയണം കേട്ടോ. എല്ലാ മീനിന്റെ പേരൊന്നും എനിക്കറിയില്ല. പിന്നെ മീൻ കട്ട് ചെയ്ത് കൊടുക്കുന്ന പരിപാടിയൊന്നും ഇവിടെ ഇല്ല. ഇത് മുഴുവനായിട്ട് തന്നെ നമ്മൾ വാങ്ങണം. 179, 129, 449 ഒക്കെയാണ് മീനിന്റെ വില. മീൻ കഴിഞ്ഞ് വരുമ്പോഴോ നമ്മളിതാ മട്ടനിലേക്ക് എത്തിയിരിക്കുന്നു. മട്ടന്റെ ചെസ്റ്റ് പീസ്, മട്ടന്റെ കാല്, മട്ടൻ പീസ് ആക്കിയത്, മട്ടൻ നീളത്തിലരിഞ്ഞത്, മട്ടന്റെ ലിവർ, മട്ടന്റെ ബോട്ടി, മട്ടന്റെ തല, അങ്ങനെ വേണ്ടുന്ന പല തരത്തിലുള്ള ഭാഗങ്ങളുമാണ് മുറിച്ച് കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്നത്. മട്ടന്റെ ലിവർ പോയിട്ട് മട്ടന്റെ ബ്രെയിന് പോലും എനിക്കിഷ്ടമല്ല. എനിക്ക് മട്ടൻ തന്നെ ഇഷ്ടമല്ലാത്തൊരു സാധനമാണ്. നിങ്ങൾക്ക് മട്ടൻ ഇഷ്ടമാണോ? ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ.
പിന്നെ അടുത്തതേക്ക് വരുമ്പോൾ ബീഫാട്ടോ. ബീഫിൻ്റെ റിബ്സ് ഉണ്ട്, ബീഫിൻ്റെ ലിവർ ഉണ്ട്, ബീഫ് മുളകിട്ടതുണ്ട്, ബീഫ് മുളകിടാതെ വെച്ചതുണ്ട്, ബീഫ് ഉരുട്ടി വെച്ചതുണ്ട്, ബീഫിൻ്റെ കിഡ്നി ഉണ്ട്, ബീഫിൻ്റെ ലിവർ ഉണ്ട്. കണ്ട കിഡ്നി കണ്ടോ? ഇതൊക്കെ തന്നെയാണ് ഇവിടെ നീളത്തിലും വട്ടത്തിലുമാക്കി വെച്ചത്. പിന്നെ നമ്മുടെ കോയിനെ കൊണ്ട് പറയണല്ലോ, കോയിൻ്റെ കാല്, കോയിൻ്റെ കൈ, കോയിൻ്റെ കാല്, തൊട ഒക്കെ ഉണ്ട് ഇവിടെ. പിന്നെ ഇതെന്താണെന്ന് വെച്ചാൽ ഇതും കോയി തന്നെയാണ്. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മുടെ അച്ചാറിൻ്റെ ഭാഗത്തേക്ക് എത്തി. ഇവിടെ അച്ചാർ എന്ന് വെച്ചാൽ കല്ലമ്മക്കായി അച്ചാർ മുതൽ മത്തി അച്ചാർ വരെയുണ്ട്. പിന്നെ നമ്മുടെ ഫ്രോസൺ ആയിട്ടുള്ള ചപ്പാത്തി പാക്കറ്റ്, അങ്ങനെയുള്ള ഐറ്റംസ്. പിന്നെ നമ്മുടെ ഫുഡിന്റെ ഐറ്റംസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ഇല്ലാത്തതായി ഒന്നുമില്ല. ഷവർമ മുതൽ കുഴിമന്തി വരെ നിരന്നിരിക്കുന്നു. വെജിറ്റേറിയൻസിനുമുണ്ട്. പനീർ മുതൽ മഷ്റൂംസ് വരെ ഇവിടെ നിരന്നിരിക്കുകയാണ്. ഇവിടെ കഴിക്കാൻ കൊള്ളാവുന്ന എന്താന്ന് വെച്ചാൽ എല്ലാം സൂപ്പറാണ്. പക്ഷെ എൻ്റെ വായിൽ ടേസ്റ്റ് അല്ലല്ലോ നിങ്ങളുടെ വായിൽ ടേസ്റ്റ്. ഞാനിതിൽ കഴിച്ചതിൽ വെച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഷവർമ കഴിക്കണമെങ്കിൽ അത്ര വലിയ പൊളിയായിട്ടില്ല. പക്ഷെ ഫ്രൂട്ട്സ് കിട്ടും, 5 പൈസക്കില്ല. അതുപോലെ തന്നെ ഫ്രഷ് ആയിട്ടുള്ള സാൻഡ്വിച്ച് ഉണ്ടാവും. സാൻഡ്വിച്ചും ബർഗറും ഒക്കെ ഫ്രഷ് ആയിട്ടുണ്ടാവും. അതുപോലെ കട്ട് ഫ്രൂട്ട്സും ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കും. വാട്ടർമെലൻ ഉണ്ടാവും, പൈനാപ്പിൾ ഉണ്ടാവും, താഴെ മിക്സഡ് ആയിട്ടുള്ള കട്ട് ഫ്രൂട്ട്സും ഉണ്ടാവും. നമുക്ക് എടുക്കണമെങ്കിൽ ആവശ്യത്തിന് എടുക്കാം, ഇത് വേണമെങ്കിൽ ഇതും എടുക്കാം. ഏതായാലും കുഴപ്പമില്ല, അതിന്റെ മേലെ റേറ്റും ഉണ്ടാവും. പിന്നെ നമ്മൾ നേരത്തെ കണ്ട പോലത്തെ അച്ചാറുകള്, പിന്നെ അലുവ, പിന്നെ ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ കയറി വരുന്നത് ഉപ്പിലിട്ട ഐറ്റംസ് കഴിക്കാനാണ്. പൈനാപ്പിൾ ഉണ്ടാവും, മുന്തിരി ഉണ്ടാവും, വെളുത്തുള്ളി ഉണ്ടാവും, മുളക് ഉണ്ടാവും. പിന്നെ ഇവിടുത്തെ കുറച്ച് പിക്കിൾസ് ഐറ്റംസ്, മയോണൈസ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അങ്ങനെ വേണ്ടുന്ന അല്ലറ ചില്ലറ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ ബോട്ടിലിന്റെ ഏരിയയിലേക്ക് എത്തി. സോഫ്റ്റ് ഡ്രിങ്ക്സിൽ ഇപ്പോൾ ഞാൻ കഴിക്കാറൊന്നുമില്ല. ഡയറ്റിന്റെ ഭാഗമായി സോഫ്റ്റ് ഡ്രിങ്ക്സ് കംപ്ലീറ്റ്ലി നിർത്തി വെച്ചേക്കുകയാണ്. പിന്നീട് അവിടുന്ന് നമ്മൾ വണ്ടി ഉരുട്ടി പോയത് പച്ചക്കറിയുടെ സെക്ഷനിലേക്കാണ്. ഇവിടെ നോക്കുമ്പോൾ നമ്മുടെ വീട്ടമ്മമാർക്ക് എളുപ്പമാകാൻ വേണ്ടി കാബേജ് വരെ അരിഞ്ഞു വെച്ചേക്കുവാണ്. പാവയ്ക്ക അരിഞ്ഞത്, കാബേജ് അരിഞ്ഞത്, കോളിഫ്ലവർ അരിഞ്ഞത്, പയർ മുളപ്പിച്ചത്, അങ്ങനെ വേണ്ടുന്ന എല്ലാ കാര്യങ്ങളുമുണ്ട്. അവിയലിന്റെ കഷ്ണങ്ങൾ വരെ കിട്ടും. അതുപോലെ തന്നെ ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, ഇതൊക്കെ വൃത്തിയാക്കി നന്നായി ഡബയിൽ മൂടി വെച്ചേക്കുവാണ്. ഇതുപോലെ തന്നെയാണ് സാമ്പാറിന്റെ കഷ്ണം. ഞാൻ പറഞ്ഞില്ലേ അവിയലിന്റെ കഷ്ണം എന്ന്. കണ്ടു നോക്കിയേ, വലിയ വിലയൊന്നുമില്ല, 69 രൂപ മാത്രമേ ഉള്ളൂ. 69 രൂപയ്ക്ക് ലാഭമാണോ എന്ന് വെച്ചാൽ അല്ലേ, ഒന്ന് ഓർത്ത് നോക്കിയേ, ലാഭമല്ലേ അവിയലിന്റെ കഷ്ണം. ഒരു മിഡിൽ ക്ലാസ് ഫാമിലി, ഒരു അച്ഛനും അമ്മയും 2 മക്കൾക്കൊക്കെ കഴിക്കാനാണെങ്കിൽ 2 വട്ടം വെക്കാം. പിന്നെ നമ്മുടെ ഫ്രൂട്ട്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല ഫ്രഷ് ഫ്രൂട്ട്സ് ഉണ്ടാവും ഇവിടെ. കാബേജ്, ചക്ക, അങ്ങനെ വേണ്ടുന്ന എല്ലാ തരത്തിലുള്ള ഫ്രഷ് ഫ്രൂട്ട്സ്. ഇത് കണ്ടോ, മധുരക്കിഴങ്ങ്. നിങ്ങളുടെ നാട്ടിൽ മധുരക്കിഴങ്ങിന് എന്താ പറയുക? നമ്മുടെ നാട്ടിൽ മധുരക്കിഴങ്ങിന് ബത്താസ് എന്നാട്ടോ പറയുക. കണ്ണൂർ ജില്ലയിലും കോഴിക്കോട് ജില്ലയിലൊക്കെ ബത്താസ് എന്നാ പറയുക. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്ന് പറയണേ. അതുപോലെ തന്നെ കിളിച്ചുണ്ടൻ മാമ്പഴമുണ്ട്, സിന്ദൂര മാങ്ങയുണ്ട്, കസ്തൂരി മാങ്ങയുണ്ട്, പിന്നെ ലേസിന്റെ സെക്ഷൻ ഉണ്ട്, മിഠായിന്റെ സെക്ഷൻ ഉണ്ട്, ജ്യൂസ് ഉണ്ട്. ഇതൊക്കെ റെഡി ടു ഈറ്റ് ഫുഡാണ്. ഒന്ന് വെറുതെ ആവി കയറ്റി എടുത്താൽ മതി, ഫുഡ് റെഡി. അതുപോലെ തന്നെ നമ്മുടെ വെള്ളം കലക്കുന്ന ടാങ്ക്, രസ്ന, പിന്നെ സോഫ്റ്റ് ഡ്രിങ്ക്സ്, അതിൻ്റെ ഒരു കലവറ തന്നെയാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട അച്ചാറുകളും നട്ട്സും. ഇതൊക്കെ ഫ്രഷ് നട്ട്സ് ആട്ടോ. ഫ്രഷ് നട്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പഴക്കമില്ലാത്ത നല്ല ഫ്രഷ് ആയിരിക്കുന്ന നട്ട്സാണ്. അതുപോലെ തന്നെ നമ്മുടെ ചിക്കൻ മസാല, മീറ്റ് മസാല. ഞാൻ ഉപയോഗിക്കുന്ന കിച്ചൺ ട്രഷേഴ്സ് ആട്ടോ. നിങ്ങൾ ഏത് പൊടി ഉപയോഗിക്കാറ്? എനിക്ക് കിച്ചൺ ട്രഷേഴ്സ് ആണ് ഇഷ്ടം. പിന്നെ ഈസ്റ്റാണ് ഞാൻ ഉപയോഗിക്കാറുണ്ട്. ആച്ചി വല്ലപ്പോഴും ഞാൻ ആച്ചിയുടെ പൊടി ഉപയോഗിക്കാറുണ്ട്. പക്ഷെ എനിക്ക് ആച്ചിനെക്കാട്ടും ഏറ്റവും നല്ലതായി തോന്നിയത് കിച്ചൺ ട്രഷേഴ്സ് ആണ്. ഇതൊക്കെ ഓഫറിന്റെ സെക്ഷനാണ്. പശു നെയ്യാവട്ടെ, രസ്നയാകട്ടെ, സ്നിക്കേഴ്സിന്റെ പാക്കറ്റ് ആവട്ടെ, ഒക്കെ ഓഫറാണ് വരുന്നത്. 870ന്റെ 800 രൂപയ്ക്ക്, 850ന്റെ 700 രൂപയ്ക്ക്, അങ്ങനെയൊക്കെയാണ് ഓഫേഴ്സ് വരുന്നത്. ഗാലക്സിന്റെ ചോക്ലേറ്റ് ഉണ്ട്, കിറ്റ്കാറ്റിന്റെ ചോക്ലേറ്റ് ഉണ്ട്, സ്നിക്കേഴ്സിന്റെ ചോക്ലേറ്റ് ഉണ്ട്. ഈ 3 സാധനം എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് ഏറ്റവും ഇഷ്ടം ഡയറി മിൽക്ക് സിൽക്കാണ്. ബാക്കി ഒന്നും എനിക്ക് താല്പര്യമില്ലാത്ത ഐറ്റംസ് ആണ്. അതുപോലെ തന്നെ മദേഴ്സ് ഹോർലിക്സ്, ബൂസ്റ്റ്, പിന്നെ നമ്മുടെ ഫ്രോസൺ ആയിട്ടുള്ള ചിക്കനും നഗറ്റ്സും, അങ്ങനെ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ നമ്മുടെ ലുലു മാളിൽ ഉണ്ടാവും. എന്തിന് പറയാൻ, അച്ഛനും അമ്മയും ഒഴിച്ച് ബാക്കിയൊക്കെ നമുക്ക് ലുലു മാളിൽ കിട്ടുന്നതാണ് പറഞ്ഞു കേൾക്കുന്നത്.
അപ്പൊ നമ്മുടെ പരിപാടി ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഈ കുപ്പികളൊക്കെ നിരത്തി വെച്ചത് കാണുമ്പോൾ എടുത്ത് വീട്ടിൽ കൊണ്ടുപോകാനൊക്കെ തോന്നുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യാൻ, ഈ വീഡിയോ എടുത്തത് ഞാനല്ലല്ലോ, എൻ്റെ ഒരു കൂട്ടുകാരി എടുത്ത വീഡിയോ ആണ്. ആൾക്കാരൊക്കെ നോക്കിയെന്ന് അവള് പറഞ്ഞത്. എങ്കിലും കുഴപ്പമില്ല. അല്ലാതെ ഈ പാലക്കാട് ലുലു മാളിൽ പോയിട്ട് വീഡിയോ എടുക്കാൻ മാത്രം എനിക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ അങ്ങോട്ടേക്ക്. അപ്പം അടുത്ത വീഡിയോയുമായി ഉടൻ തന്നെ വരുന്നതായിരിക്കാം. ബൈ ബൈ ഫ്രം പീസ് വണ്ടർലാൻഡ്. ബൈ ബൈ.